ിലൂടെ ഒരു മഴ കണ്ടു, അല്ലെങ്കിൽ ഒരു സംശയം കാരണം ഡോക്ടറെ അടുത്ത് വന്നു, ഒരു ബയോപ്സി ചെയ്തു, പ്ലാൻഡ് ആയിട്ടുള്ളൊരു ബയോപ്സി ചെയ്തു, അതിന് റിപ്പോർട്ട് കിട്ടി. അതിനുശേഷം ഐഡിയലി ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം ആ കേസ് ഡിസ്കസ് ചെയ്യണം, ഇൻക്ലൂഡിങ് സർജൻ, മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്, ബ്രസ്റ്റ് നേഴ്സ്, പിന്നെ അതിൻ്റെ അഡ്വക്കസി ഗ്രൂപ്പിലെ മെമ്പേഴ്സ്, ഇവരൊക്കെ ആയിട്ട് നമ്മൾ അത് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ പേഷ്യൻസിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇത് സർജറി കൊണ്ട് മാത്രം ഒഴിവാക്കിക്കൂടെ എന്നുള്ളതാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഈ ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ ഈ 3 ഘടകങ്ങൾ അഡീഷണലായിട്ട് ഈ കീമോതെറാപ്പി, റേഡിയേഷൻ, അതർ ദാൻ ഈ സർജറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് മാറ്റം വരുത്തുന്നത്? സർജറി മാത്രം പോരെ ഈ ബ്രസ്റ്റ് ക്യാൻസർ? സർജറി കൊണ്ട് മാത്രം ക്യൂർ ചെയ്യാൻ പറ്റുന്ന ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഉണ്ട്, പക്ഷേ അത് വളരെ ഒരു ചെറിയ ശതമാനം മാത്രമേ വരുന്നുള്ളൂ. മെജോറിറ്റി ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ഇറ്റ് വിൽ സ്റ്റിൽ ഇൻവോൾവ് ട്രീറ്റ്മെൻറ്റ് വിത്ത് കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പി വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു കേസിൽ എങ്ങനെയാണ് ഈ മൾട്ടി ഡിസിപ്ലിനറി ടീം മീറ്റിംഗ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റ് ഡിസിഷനിൽ? പലപ്പോഴും സ്ത്രീകളിൽ ഇങ്ങനൊരു ഡയഗ്നോസിൽ എത്തിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് പോകുന്നത് എത്രയും പെട്ടെന്ന് അതിനെ മുഴ എടുത്ത് കളയുക, മുഴയും വേണ്ട, മറും വേണ്ട, ഇത് മൊത്തം എടുത്ത് കളഞ്ഞാൽ മതി, ഇതെല്ലാം ആവശ്യം പോകുമല്ലോ, അതുകൊണ്ട് ധൃതി പിടിച്ച് സർജറി ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരിക. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ പലപ്പോഴും ആ സർജറി ഓവർ സർജറി ആയിരിക്കും, പലപ്പോഴും ആ സർജറി റിപ്പീറ്റഡ് സർജറി വേണ്ടി വരും, അത് തികഞ്ഞില്ല, വീണ്ടും എടുക്കേണ്ടി വരും. പലപ്പോഴും കക്ഷത്തെ കഴിവുകൾ എടുത്തിട്ടുണ്ടാകത്തില്ല, ലിംഫ്നോഡ് ഡിസെക്ഷൻ ചെയ്തിട്ടുണ്ടാകത്തില്ല. അതേപോലെ ലിംഫ്നോഡ് ഡിസെക്ഷൻ ചിലപ്പോൾ കംപ്ലീറ്റ്ലി വേണ്ട ആവശ്യം ഉണ്ടാവില്ല. അവർക്ക് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, നിങ്ങൾ ബ്രസ്റ്റ് ക്യാൻസർ ക്യൂർഡ് ആയിട്ടുള്ള പല അമ്മമാർ കൈ മൊത്തം നീരായിട്ടാണ് അവർ ജീവിക്കുക, അല്ലെങ്കിൽ മാറിൽ വലിയൊരു നെഞ്ചത്ത് വലിയൊരു മുറിവും, കക്ഷത്ത് അതേപോലെ വലിയ മുറിവും, അതേപോലെ തന്നെ കയ്യിൽ നീരുമായിട്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒന്നും പലപ്പോഴും ഓൺ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ തുടക്കത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ്. അത് പലപ്പോഴും ഓവർ ട്രീറ്റ്മെൻറ്റിലേക്കാണ് പോകുന്നത്. കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തടിപ്പ് മാത്രം എടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ സെൻട്രിനൽ നോഡ് ബയോപ്സി കഴലുകൾ വരുന്നതായിട്ട് ഇങ്ങനെ നമുക്ക് ആ നോഡ് ബയോപ്സി എടുത്ത് നോക്കി ആ ഇൻവോൾവ് ആയിട്ടുള്ള നോഡുകൾ മാത്രം എടുക്കുകയും അത് കാരണം പേഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് പലപ്പോഴും പറ്റുന്ന വെച്ചാൽ ബ്രസ്റ്റ് ക്യാൻസർ ഒരു നല്ല പ്ലാനോട് ട്രീറ്റ് ചെയ്താൽ അത് പൂർണ്ണമായിട്ട് ക്യൂർഡാണ്. പക്ഷേ പലപ്പോഴും അതിൻ്റേതായിട്ടുള്ള മുറിവുകളുടെ ഓർമ്മ അവരുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്ലാൻ ട്രീറ്റ്മെൻറ്റിനകത്ത് ഈ രീതിയിലുള്ള ഒന്നിൽ കൂടുതൽ തവണ ചെയ്യുന്ന സർജറികൾ ഒഴിവാക്കാം. ട്രീറ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മോർബിലിറ്റി, എന്നുവെച്ചാൽ ബുദ്ധിമുട്ടുകൾ, ഈ പറഞ്ഞായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അതാണ് ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. ഇത് കൂടാതെ അല്ലെങ്കിൽ ഇതിനോട് ചേർത്ത് രോഗികളുടെ ക്യൂർ റേറ്റ് കൂടുന്നു. അവർ ബ്രസ്റ്റ് ക്യാൻസർ തിരിച്ചു വരാനുള്ള സാധ്യതയും ഈ മൾട്ടി ഡിസിപ്ലിനറി ട്രീറ്റ്മെൻറ്റ് അപ്രോച്ചിലൂടെ കുറയുന്നുണ്ട്. ചില ബ്രസ്റ്റ് ക്യാൻസറിന് കീമോതെറാപ്പി ആദ്യം കൊടുക്കേണ്ടി വരുന്നുണ്ട്. അത് കാരണം മുഴ ചെറുതാകുന്നു. അപ്പോൾ ചിലപ്പോൾ ചെറിയ സർജറിയെ മുൻപ് എക്സ്റ്റൻസീവ് സർജറി വേണ്ടി വരുന്നവർക്ക് ചെറിയൊരു സർജറിയെ വേണ്ടി വരുന്നുള്ളൂ. അതുകൂടാതെ റേഡിയേഷന് അതിനുശേഷം കൊടുക്കുന്നത് കൊണ്ട് വീണ്ടും ക്യാൻസർ വരാനുള്ള സാധ്യത കുറയുന്നു. ഇതുകൂടാതെ ചില രോഗികൾക്ക് നമ്മൾ ഹോർമോൺ തെറാപ്പിയും പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കുറേ വർഷങ്ങളുടെ റിസർച്ചിലൂടെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ റിക്കറൻസ് കുറയ്ക്കാനുള്ള വിവിധ മാർഗങ്ങളാണ്.